മനോഹരമായ ഒരു കാഴ്ച തന്നെ കാണണം. ഒരു സിനിമയിൽ എങ്ങനെയാണോ തോക്ക് കൊണ്ട് വെടിവെച്ച് ആക്രമിക്കുന്നത് അത് മാറി തന്നെ ഭംഗി. കുറേ ആൾക്കാർ അപ്പുറത്തിപ്പുറത്തെ ഓടി വന്ന് വെടിവെക്കുന്നു, ബോംബെറിയുന്നു, കല്ലെറിയുന്നു, വീട് പൊളിക്കുന്നു, വെടിവെച്ച് വീട് തകർക്കുന്നു. എല്ലാം ഒരു രസമായിരുന്നു അത് കാണുമ്പോൾ. അത് ഭയങ്കര രസമാണ്. അത് അവിടെ നിന്ന് ചങ്ങായി കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്ത് ഡോറ് തുറക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ആൾ ജനലെത്തി നോക്കും. അപ്പോൾ അപ്പുറത്ത് വെടിവെക്കും അവനോട് വീഴും. കുറേ അവൻ എണീക്കും. ബാക്കിൽ നിന്ന് ഒരു പെണ്ണ് വന്നിട്ട് തട്ടും, ഒരു കമ്പ് വെച്ച്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ടേ. ആ തട്ടലും ആ വെടിവെക്കലും ആ അടിയും കണ്ടോ, എന്തൊരു രസം കാണാൻ. അതിമനോഹരമായിപ്പോയി കാണാൻ. ഭയങ്കര ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് സീറ്റ് കുറച്ച് നമുക്ക് പുറകോട്ട് കിട്ടിയതുകൊണ്ട് അങ്ങനെ വലിയ ക്ലിയറായിട്ട് കിട്ടിയില്ല. എന്നാലും ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്, കാണാനുണ്ട്. ഇത് കാണേണ്ട കാഴ്ച തന്നെ. മനോഹരം. ഈ വീടും മരത്തിനെ കൊണ്ട് നിർമ്മിച്ചതും അത് തൊടുമ്പോൾ തന്നെ വീഴുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ബോംബെറി തുടങ്ങി, ഇപ്പുറത്തുനിന്ന് ഒരാൾ തോക്കുമായിട്ട് വരൽ തുടങ്ങി. ആ പെണ്ണിനെ ആക്രമിക്കാനുള്ള പരിപാടിയില്ലാന്ന് അവർ. പെണ്ണിനെ എങ്ങനെയെങ്കിലും അവർ പിടിക്കണം, കൊല്ലണം, ആൾമാരെ സ്വർണം മോഷ്ടിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ കളിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒത്തിരി ഭംഗിയോടെ കാണണം ഈ സംഗതി. കണ്ടാലൊന്നും നിങ്ങൾക്ക് പറയാൻ തോന്നില്ല, ഇത്രയും നല്ലതാണ്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ അതിശയിപ്പോയി. അതെങ്ങനെ ഇത് കളിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല. കത്തിയും തോക്കുമായിട്ട് ഇവർ ആക്രമണത്തിന് ഇറങ്ങുന്നുണ്ട്. വൻ ഭൂരിപക്ഷത്തിലാണ് ഇവരെ കളി. ആ തോക്ക് കൊണ്ടും കത്തി കൊണ്ടും പിന്നെ കൈ കൊണ്ടുള്ള ആക്രമണവും എല്ലാം കാണുമ്പോണ്ടല്ലോ ഭയങ്കരമാണ്. ഉണ്ടാണോ ഒരു സർക്കസ് മാതിരി ഇവരെ കളി. അപ്പുറത്തുനിന്ന് വെടിവെക്കുമ്പോൾ കുറച്ച് ഇപ്പുറത്തുനിന്ന് ചാടി വന്ന് ഇപ്പുറത്തുനിന്ന് വെടിവെക്കും. ഇപ്പുറത്ത് ഒരുത്തൻ ബോംബ് വരുമ്പോൾ ഇപ്പുറത്ത് തോക്കിൽ വെടി തുടങ്ങും. എല്ലാ രസമാണെന്നല്ലോ കാണാൻ. ശരിക്കും അത് കാണണം. അതായത് അവിടെ പോയി കണ്ടാലേ നമുക്ക് എന്താവില്ല അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് വീഡിയോ കണ്ടാൽ ശരിക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പോയി തന്നെ അത് കാണണം, എന്നാലും അതിൻ്റെ വൈബും ആ രസവും വേറെ ലെവലാണത്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങോട്ട് യാത്ര പോകാനുള്ള ഒരു വൈബ് സ്ഥലം തന്നെയാണ്. നമ്മൾ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികൾ പോകുന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ടോ, മനോഹരമായിട്ട് ഉണ്ടോ. അടുത്ത യാത്ര നമ്മൾ ബോട്ടിലേക്കാണ്. എല്ലാവരും ബോട്ടിൽ ആകാംക്ഷത്തോടെ കയറിയിരുന്നു. ബോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് യാത്ര തുടർന്നിങ്ങനെ പോകുന്നതിനിടയിൽ ബോട്ടിൻ്റെ വള്ളത്തിൻ്റെ നടുവശത്ത് വള്ളത്തിൻ്റെ നടുക്ക് ഒരു ശില്പം നിർമ്മിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അത് കാണേണ്ട ഒരു ശില്പം തന്നെയാണ്. എന്ത് മനോഹരമായ ശില്പം എന്നറിയോ. അത് കണ്ടപ്പോൾ എനിക്ക് അതിശയമായിപ്പോയി. പല തരത്തിൽ ഹൗസ് ബോട്ട്, പല മോഡലും പല തരത്തിലും ബോട്ടുകളുണ്ട്. അത് കാണേണ്ട ഒരു വ്യൂ തന്നെയാണ് ആ ശില്പം. ആ ശില്പത്തിൻ്റെ മുമ്പിൽ നിന്ന് ആൾക്കാർ മൊബൈലിലും ക്യാമറകളിലും പിന്നെ എന്താ പറയുക സ്റ്റുഡിയോ ടീമൊക്കെ അവിടെ ഉണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് തരും, എല്ലാം ആക്കി തരും. എന്തോ ഒരു ആചാരം ദൈവത്തിൻ്റെ ഒരു ശില്പമാണത്. കാണാൻ അതിമനോഹരമാണ്. ഇത് കാണുമ്പോഴുള്ള ആ ഭംഗിയും ആകാംക്ഷയുണ്ടല്ലോ വേറെ ആയിരുന്നു. എനിക്ക് തന്നെ അത് ആ ശില്പം കണ്ടിട്ട് തന്നെ എന്താണ് എനിക്ക് മനസ്സിലായിട്ടുമില്ല. എന്ത് ശില്പം